ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ സൈനിക സമവാക്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ അത്യാധുനിക അന്തർവാഹിനികൾ വിന്യസിച്ചിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളാകുകയും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിഴലിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ പുതിയ നീക്കം. കേവലം ഉപരിതല യുദ്ധക്കപ്പലുകൾക്ക് പകരം സമുദ്രത്തിന്റെ അഗാധതയിൽ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ ശേഷിയുള്ള ലൈറ്റ് സബ്മറൈനുകളെ രംഗത്തിറക്കിയതിലൂടെ തങ്ങളുടെ പ്രതിരോധ കോട്ട കൂടുതൽ ശക്തമാണെന്ന് ടെഹ്റാൻ ലോകത്തെ അറിയിച്ചിരിക്കുകയാണ്. ഇറാനിയൻ നേവി കമാൻഡർ അഡ്മിറൽ ഷഹ്റാം ഇറാനി തന്നെ നേരിട്ടാണ് ഈ വിന്യാസത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഇറാന്റെ അന്തർവാഹിനികൾ ഇപ്പോൾ ഗൾഫ് മേഖലയിലെ ആഴക്കടലിൽ അതീവ ജാഗ്രതയോടെ നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മാസങ്ങളോളം ഒളിഞ്ഞിരിക്കാൻ ശേഷിയുള്ളതാണ് ഈ അന്തർവാഹിനികൾ. ഈ സവിശേഷത അമേരിക്കയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള താരതമ്യേന ആഴം കുറഞ്ഞ ജലപാതയിൽ വമ്പൻ വിമാനവാഹിനി കപ്പലുകളേക്കാൾ പ്രഹരശേഷി ഇത്തരം ചെറിയ അന്തർവാഹിനികൾക്കാണെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. റഡാറുകളുടെയും സോണാറുകളുടെയും കണ്ണുവെട്ടിച്ച് നിശബ്ദമായി സഞ്ചരിക്കാൻ കഴിയുന്നവയ്ക്ക് വളരെ അടുത്തു നിന്ന് പോലും ടോർപിഡോകൾ തൊടുക്കാൻ കഴിയും. ഇത് അമേരിക്കൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായി ഇറാൻ നിലവിൽ പുലർത്തുന്ന ശത്രുത പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾ പലപ്പോഴും പരാജയപ്പെടുകയും സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സൈനികമായ കരുത്ത് പ്രകടിപ്പിക്കുക എന്നത് ഇറാനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. തങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്നുമുള്ള ടെഹ്റാന്റെ മുന്നറിയിപ്പിന്റെ ഭാഗമാണ് ഈ അന്തർവാഹിനി വിന്യാസം. ഇറാന്റെ ഈ നീക്കത്തെ കേവലം പ്രതിരോധം എന്ന നിലയിൽ കാണാൻ അമേരിക്ക തയ്യാറല്ല. ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും അന്താരാഷ്ട്ര എണ്ണക്കടത്ത് തടസ്സപ്പെടുത്താനുമുള്ള നീക്കമായാണ് വാഷിംഗ്ടൺ ഇതിനെ നോക്കിക്കാണുന്നത്. US നാവികസേനയുടെ 5ാം കപ്പൽപ്പട ഈ മേഖലയിൽ പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും കടലിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ കൊലയാളി അന്തർവാഹിനികളെ നേരിടുക എന്നത് വലിയ പ്രയാസകരമായ ദൗത്യമാണ്. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന്റെ പ്രഭവ കേന്ദ്രം ഹോർമൂസ് കടലിടുക്കായിരിക്കുമെന്ന് ഉറപ്പാണ്. ലോകത്ത് വിപണനം ചെയ്യപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/3 കടന്നു പോകുന്നത് ഈ ചെറിയ ജലപാതയിലൂടെയാണ്. അതിനാൽ തന്നെ ഇവിടുത്തെ ചെറിയൊരു പ്രകോപനം പോലും ആഗോള എണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാക്കും. ഇറാന്റെ അന്തർവാഹിനികൾ ഈ ജലപാതയുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ളതാണ്. നയതന്ത്രം പരാജയപ്പെടുന്നിടത്ത് യുദ്ധം ആരംഭിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വലിയ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം കാണുന്നത്. മുൻപ് നടന്ന കപ്പൽ പിടിച്ചെടുക്കലുകളും ഡ്രോൺ ആക്രമണങ്ങളും മേഖലയിൽ സൃഷ്ടിച്ച മുറിവുകൾ ഉണങ്ങുന്നതിന് മുൻപെയാണ് അന്തർവാഹിനികൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇറാൻ സ്വീകരിക്കുന്നത് എന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യം വയ്ക്കാൻ ഇറാൻ സൈന്യം പ്രത്യേകം പരിശീലനം നേടിയവരാണ്. IRGC പോലുള്ള സായുധ വിഭാഗങ്ങൾ കടൽ മാർഗമുള്ള ഗറില്ല യുദ്ധമുറകളിൽ അഗ്രഗണ്യരാണ്. സാങ്കേതികമായി അമേരിക്ക മുന്നിലാണെങ്കിലും സ്വന്തം തീരത്തിനടുത്ത് യുദ്ധം ചെയ്യുന്നത് ഇറാന് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. കടലിന്റെ ഓരോ തരി മണലിലും അവർക്ക് സുപരിചിതമാണ് എന്നത് ഇറാന്റെ അന്തർവാഹിനികൾ ഗുണകരമാക്കും. ഇറാന്റെ സൈനിക ശക്തിയെ തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെങ്കിലും അതിന് വില നൽകേണ്ടി വരുന്നത് വളരെ വലുതായിരിക്കും. ഓരോ അമേരിക്കൻ യുദ്ധക്കപ്പലും കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്നതും ആയിരക്കണക്കിന് സൈനികർ ഉള്ളതുമാണ്. ഒരു ചെറിയ അന്തർവാഹിനി തൊടുക്കുന്ന മിസൈൽ മതിയാകും ഈ കരുത്തെല്ലാം തകർത്തെറിയാൻ. ഈ ഭയമാണ് അമേരിക്കയെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് ഒരു പരിധിവരെ പിന്നോട്ട് വലിക്കുന്നത്. ഇസ്രായേലിന്റെ ഇടപെടലുകളും ഈ സംഘർഷത്തിൽ നിർണായകമാണ്. ഇറാന്റെ ആണവ നിലയങ്ങൾക്കും സൈനിക താവളങ്ങൾക്കുമെതിരെ ആക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി പലപ്പോഴും റിപ്പോർട്ടുകൾ വരാറുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഇറാൻ ആദ്യം ലക്ഷ്യം വെക്കുന്നത് ഹോർമൂസിലെ പാശ്ചാത്യ താവളങ്ങളെയായിരിക്കും. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ അവർ നേരത്തെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളായ സൗദി അറേബ്യയും UAEയും ഈ സാഹചര്യത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. തങ്ങളുടെ തീരങ്ങളിൽ ഒരു യുദ്ധം നടക്കുന്നത് ആ രാജ്യങ്ങളുടെ ടൂറിസം, വ്യാപാര മേഖലകളെ തകർക്കും. അതിനാൽ തന്നെ ഇരുപക്ഷത്തോടും സംയമനം പാലിക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ നിയന്ത്രണാതീതമായി മാറുകയാണ്.
ഇറാന്റെ അന്തർവാഹിനികൾക്ക് വെള്ളത്തിനടിയിൽ നിശബ്ദമായിരിക്കാനുള്ള ശേഷി എത്രത്തോളം ഉണ്ടെന്ന കാര്യത്തിൽ പലർക്കും തർക്കമുണ്ട്. എങ്കിലും കടലിന്റെ ആഴങ്ങളിലുള്ള ഗുഹകളിലും പാറക്കെട്ടുകൾക്കിടയിലും ഒളിച്ചിരുന്ന് ആക്രമണം നടത്താൻ അവർക്ക് സാധിക്കും. ഇത് ശത്രുക്കളുടെ റഡാർ സിഗ്നലുകളെ ആശയക്കുഴപ്പത്തിലാക്കും. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ സജീവമാണെങ്കിലും ഫലം കാണുന്നില്ല. അമേരിക്കയുടെ ഉപരോധങ്ങൾ നീക്കാതെ ചർച്ചയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. അതേസമയം ഇറാൻ തങ്ങളുടെ സൈനിക വിന്യാസം കുറയ്ക്കണമെന്ന നിലപാടിൽ അമേരിക്കയും ഉറച്ചു നിൽക്കുന്നു. ഈ സ്തംഭനാവസ്ഥ ഒരു വലിയ ഏറ്റുമുട്ടലിന് വഴിമാറാനുള്ള സാധ്യത ഏറുകയാണ്. ഭാവിയിൽ ഹോർമൂസ് കടലിടുക്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ലോക ചരിത്രത്തെ തന്നെ ബാധിച്ചേക്കാം. ഒരുപക്ഷെ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ അന്തർവാഹിനികളുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുന്ന വേദിയായി ഈ ജലപാത മാറിയേക്കാം. ഇറാന്റെ ലൈറ്റ് സബ്മറൈനുകൾ കേവലം ആയുധങ്ങളല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ തങ്ങളുടെ പ്രതിരോധത്തിന്റെ ചിഹ്നമായാണ് അവർ ഇതിനെ കാണുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ഒരു വലിയ സ്ഫോടനത്തിന് കാത്തിരിക്കുന്ന ബോംബിന് സമാനമാണ്. കടലിനടിയിലെ നിശബ്ദത എപ്പോൾ വേണമെങ്കിലും പീരങ്കികളുടെ മുഴക്കത്തിന് വഴിമാറാം. സമാധാന ചർച്ചകൾക്ക് ഇനിയും സമയം ബാക്കിയുണ്ടെങ്കിലും സൈനിക നീക്കങ്ങളുടെ വേഗത വർദ്ധിക്കുന്നത് ശുഭസൂചനയല്ല നൽകുന്നത്. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കടലിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കൊലയാളി അന്തർവാഹിനികളിലേക്കാണ്.